നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ അട്ടിമറി വീരന്മാരായ നോർവീജിയൻ ക്ലബ്ബ് ബോഡോ ഗ്ലിംറ്റ് ഇന്നലെ പണി കൊടുത്തത് ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാനാണ്. ഇന്ററിനെ അവർ 3-1 തോൽപ്പിച്ചിരിക്കുന്നു. സിറ്റിക്കും അത്ലറ്റിക്കോ മാഡ്രിഡിനും ഒക്കെ കൊടുത്ത പണി അതേ അളവിലും തൂക്കത്തിലും ഇറ്റാലിയൻ വമ്പന്മാർക്കും കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സിറ്റിക്കെതിരെ അവർ 3-1 ജയിച്ചത്. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 1-2 പരാജയപ്പെടുത്തി. ഇപ്പോഴിതാ ഇന്റർ മിലാനെ 3-1 പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ വർഷം 2026 ബോഡോ ഗ്ലിംറ്റ് ആകെ 3 കളികളെ കളിച്ചുള്ളൂ. അത് ഈ 3 കളികളാണ്, 3 വിജയിച്ചിരിക്കുകയാണ്. നോർവേയിലെ പീക്ക് വിൻ്റർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലീഗ് നവംബറിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ആ ലീഗ് അവസാനിച്ചുള്ള ബ്രേക്കിൻ്റെ സമയമാണ്. ആ സമയത്താണ് യൂറോപ്യൻ ജയൻസിനെ ഇമ്മാതിരി ഇട്ട് അവർ അലക്കിക്കൊണ്ടിരിക്കുന്നത്. വെറും 54,000 ആളുകൾ മാത്രമുള്ള ഒരു ടൗണിൽ നിന്നുള്ള ക്ലബ്ബ് യൂറോപ്പിലെ വമ്പന്മാരെ ഇമ്മാതിരി വലിച്ചു കീറുന്നത് തീർച്ചയായിട്ടും ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്നാലും ഈ കളിയിൽ ഇന്റർ മിലാന് വേണ്ടി എസ്പോസിറ്റോ ഗോളടിച്ചു 30-ാം മിനിറ്റിൽ. പക്ഷെ അതിന് മുമ്പ് തന്നെ 20-ാം മിനിറ്റിൽ ഫെറ്റിലൂടെ ആദ്യ ഗോൾ ബോഡോ ഗ്ലിംറ്റ് നേടിയിരുന്നു. ഇടവേള സമയത്ത് 1-1 സമനിലയായിരുന്നു. രണ്ടാം പകുതിയിൽ പിന്നീട് 2 ഗോളുകൾ കൂടി നേടിക്കൊണ്ടാണ് ബോഡോ ഗ്ലിംറ്റ് വിജയം സ്വന്തമാക്കിയത്. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുക. ക്ലബ് ബ്രൂഗയോട് 3-3 സമനില. അതും 2 ഗോളുകളുടെ ലീഡ് പിടിച്ചിട്ടാണ് ഈ സമനിലയിൽ അവർ കുരുങ്ങിയിരിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഹുലിൻ ആൽവാരസ് പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ നേടി. പിന്നെ അഡമലോ ലുക്മാൻ്റെ വക ഒരു ഗോൾ ഉണ്ടായിരുന്നു. പിന്നെ ക്ലബ് ബ്രൂഗയുടെ താരത്തിൻ്റെ ഓൺ ഗോളായിരുന്നു. പക്ഷേ ഒടുവിൽ മത്സരം 3-3 സമനിലയിൽ അവർ കുരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇന്നലത്തെ കളിയിൽ ന്യൂകാസിൽ യുണൈറ്റഡ് കറാബാഗിനെ ഏകപക്ഷീയമായി 1-6 ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കി. ആ മത്സരത്തിൽ ആൻ്റണി ഗോർഡൻ 33 മിനിറ്റ് ആകുമ്പോഴേക്കും ഹാട്രിക്ക് സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. പിന്നീട് വീണ്ടും അദ്ദേഹം ഒരു ഗോൾ കൂടി കണ്ടെത്തിയപ്പോൾ ആകെ 4 ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ വക. കളിയുടെ 3-ാമത്തെ മിനിറ്റിൽ, 32-ാമത്തെ മിനിറ്റിൽ, 33-ാമത്തെ മിനിറ്റിൽ, ഇടവേള സമയത്തിന് തൊട്ട് മുമ്പായിട്ട് മറ്റൊന്ന്. ഇതിൽ 2 പെനാൽറ്റികളുണ്ടായിരുന്നു. അങ്ങനെ 6-1 വമ്പൻ വിജയമാണ് അവർ ഇന്നലെ സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു മത്സരം ഒളിമ്പിയാക്കോസും ബയർ ലെവർക്യൂസനും തമ്മിലായിരുന്നു. 2-0 ലെവർക്യൂസൻ വിജയിച്ചു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.